അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടെ നമസ്കാരം. ദ വണ്ടർലെസ് കപ്പിളിൻ്റെ പുതിയൊരു യാത്രാ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു യാത്ര ഇങ്ങനെ ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ട്രിപ്പ് ഒരു കിടുക്കാച്ചി ബീച്ചിലേക്കാണ്. US സൗത്ത് കാരോലിന എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ മെർട്ടൽ എന്ന് പറയുന്ന അറ്റ്ലാന്റിക് ഓഷ്യനിലെ ഒരു കിഡിലൻ ബീച്ചാണ്. ഏകദേശം 90 കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്ന നല്ല തരിമണലായിട്ടുള്ള എന്താ പറയുക, വൺ ഓഫ് ദ ബെസ്റ്റ് സമ്മർ ഡെസ്റ്റിനേഷനാണ് ഈ ഒരു ബീച്ച്. ാണ് ഗ്രൂപ്പ് ഓഫ് സ്പാനിഷ് പീപ്പിള് ഇവിടെ വന്ന് ആദ്യം സെറ്റിലായ ആൾക്കാർ. ഇവിടുന്ന് കുറച്ച് ബേക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ജോർജ് ടൗൺ എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്, അവിടെ അവർ വന്ന് സെറ്റിലായതാണ്. സോ അത്രയൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ ഹിസ്റ്ററി. അപ്പോൾ ഇനി കുറച്ച് വെള്ളത്തിൽ ചാട്ടവും പരിപാടിയൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഈ കാണുന്നൊക്കെ ഈ ബീച്ചിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ആ വക സംഭവങ്ങളാണ്. എന്താ പറയുക, നല്ലൊരു ക്ലീൻ ഏരിയ ആണ്. ഒരുപാട് ആൾക്കാർ അവധിക്കാലം ചിലവഴിക്കാനായിട്ട് വരുന്നൊരു ബീച്ച് കൂടിയാണിത്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രിയാണ് ഈ മെർട്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നത്. നമ്മൾ വന്ന് ഹോട്ടലിൽ റൂമെടുത്ത് ഒക്കെ ഒന്ന് സെറ്റിലായ ശേഷം നമ്മൾ ഇന്നലെ രാത്രി ഏകദേശം ഒരു 9-9:30 ആയപ്പോൾ നമ്മൾ ഈ ബീച്ചിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഈ ബീച്ചിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ നൈറ്റ് വ്യൂ ഒന്ന് കാണാൻ വേണ്ടി വന്ന് അപ്രതീക്ഷിതമായിട്ടൊരു കിടിലൻ ചാറ്റമഴ. ലാസ്റ്റ് ഞങ്ങൾക്ക് ഇവിടുന്ന് ബീച്ചിൽ നിന്ന് ഓടേണ്ട ഗതികേട് വന്നു റൂമിലേക്ക്. ആ ഒരു ഫണ്ണായിരുന്നു, അതൊരു രസമായിരുന്നു. പൊന്നു മച്ചന്മാരെ, ഒരു രക്ഷയില്ല. നല്ല രസമായിട്ട് എന്താ പറയുക, ആ കടലിൻ്റെ സംഗീതമൊക്കെ ആസ്വദിച്ച് വരികയായിരുന്നു. അപ്രതീക്ഷിതമായിട്ടൊരു മഴ. അപ്പോൾ ഒരു രക്ഷയില്ല. വൈകിട്ടത്തെ ബീച്ചിലെ പരിപാടി അവസാനിപ്പിച്ച് നമ്മൾ നമ്മുടെ ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ്. ബാക്കി നമുക്ക് നാളെ കാലത്ത് കാണാം. പക്ഷേ ഇന്ന് ഇതുവരെ മഴയൊന്നും പെയ്തിട്ടില്ല. പക്ഷേ എന്താ പറയുക, അത്രയ്ക്കൊരു പ്രോമിസിങ് വെതറൊന്നും അല്ല. ആകെ മൂടിക്കെട്ടി കിടക്കുന്ന ഒരു കാലാവസ്ഥയാണ്. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല തിരക്കും ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കടലിൽ ചാടിയിട്ടുള്ള കാര്യമുള്ളൂ. ഇന്ന് നമ്മൾ ഇന്നലെ രാത്രി വന്ന സമയത്ത് വെള്ളം ഒരുപാട് മേളിലായിരുന്നു. ഇതിപ്പോൾ വേലിയർക്കാണ്. വെള്ളം ഒരുപാട് താഴത്തേക്ക് ഇറങ്ങി വന്നു. നമ്മൾ ഇന്നലെ രാത്രി കണ്ടതിൽ നിന്നും ഒരുപാട് എന്താ പറയുക, ഒരുപാട് അകലേക്ക് വെള്ളം താഴത്തേക്ക് വന്നു. വേലിയർക്കാണ്. പക്ഷേ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ വലിയ കുഴപ്പമില്ല, അത്ര തണുപ്പല്ല. കാരണം ഒരു ഉഷാറ് വെള്ളത്തിൽ ചാട്ടം നടക്കും. ഫൺ ബിഗിൻ. ഒരു രക്ഷയില്ലാട്ടോ, കിടു അംഗം വെട്ടാണ് വെള്ളത്തില്. നിക്കടി സുന്ദരി, അവിടെ കുണിയുള്ള പോക്ക് കണ്ടില്ലേ? അവിടെ നിക്കടി. അപ്പോൾ കടലിലെ അർമാദം അടിപൊളിയായിരുന്നു. നമ്മൾ ശരിക്കും അർമാദിച്ചു. അടിപൊളി നീന്തലും ചാടലും എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ റൂമിൽ വന്നു. കൂളിയൊക്കെ കഴിഞ്ഞ് വിശപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഒടുക്കത്തെ വിശപ്പാണ്. അപ്പോൾ ഇനി നൈസായിട്ട് പോയി എന്തെങ്കിലും കഴിക്കണം. അതിന് ശേഷം ഈ ടൗണൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ
അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതിനു മുമ്പ് വിശക്കുന്നവരൊക്കെ പോര്, നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. ഇവിടെ ഒരാൾ വിശന്നിട്ടാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കിടപ്പാണ്. അപ്പോൾ ഇനി സമയം വഹിക്കുന്നില്ല, നമുക്ക് ഫുഡ് അടിച്ചിട്ട് വരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് കറങ്ങാം. അങ്ങനെ കിടിലൻ ലഞ്ചായിരുന്നു. കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ ബുഫേ സിസ്റ്റം ആയിരുന്നു. വെറും $11 മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ നമ്മുടെ ഏതെങ്കിലും മലയാളി ഫാമിലികളൊക്കെ ഈ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ, മിർട്ടൽ ബീച്ചിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ സദേൺ സ്മോക്ക് ഹൗസ് അന്വേഷിച്ച് വന്ന് കഴിക്കുക. സൂപ്പർ ഫുഡാണ്. പ്രത്യേകിച്ച് ബീൻസ് ഐറ്റംസൊക്കെ നമ്മുടെ നാട്ടിൽ കുക്ക് ചെയ്യുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു സെറ്റപ്പാണ്. കിടു ഫുഡായിരുന്നു. ചിക്കൻ, ഫിഷ്, എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഹൈലി റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു പ്ലേസാണ് നമ്മുടെ ഈ കാണുന്ന സിംപ്ലി സദേൺ സ്മോക്ക് ഹൗസ്. സൂപ്പർ ഫുഡ്, ഒരു രക്ഷയില്ല. സോ അപ്പോൾ ഇനി നൈസായിട്ട് നമുക്ക് പോയിട്ട് ഈ മിർട്ടൽ എന്ന് പറയുന്ന ഈ ചെറിയ സിറ്റിയും അതിൻ്റെ ചുറ്റുപാടും എന്തൊക്കെ കാഴ്ചകളുണ്ട് ഒക്കെ ഒന്ന് നൈസായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഈ മർട്ടിൽ ബീച്ചിൽ വരുന്ന എല്ലാവരും മസ്റ്റായിട്ടും ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു എക്സൈറ്റിംഗ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബീച്ചിനോട് ചേർന്ന് തന്നെ ഒരു കിടിലൻ ബോർഡ് വാക്ക് ഉണ്ട്. സോ ഇവിടെ വരുന്ന എല്ലാവരും യൂഷ്വലി അതിൽ നടക്കാൻ പോകാറുണ്ട്. വളരെ രസമാണ്. ഒരു സൈഡിലെ ബിൽഡിങ്ങുകളുടെ കാഴ്ച, മറു സൈഡിലെ കടൽ. സോ എന്താ പറയുക, വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ ബോർഡ് വാക്കിങ്ങിലൂടെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് ചെറിയൊരു ബ്രിഡ്ജുണ്ട് ഇവിടെ. ഇത് ഈ വാക്ക് ബോർഡിനോട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും നമ്മുടെ ഈ പുറകിൽ കാണുന്ന ബീച്ചും ആ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അത് നോർത്ത് മെർട്ടൽ ബീച്ച് എന്ന് പറയും. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് സൗത്ത് മെർട്ടൽ ബീച്ച്. സോ അങ്ങനെ നോർത്തും സൗത്തുമായിട്ട് രണ്ടായിട്ടാണ് ഈ ബീച്ചിനെ തിരിച്ചിട്ടത്. ഒത്തിരി ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കിടിലൻ വ്യൂ ആണ് ഇവിടുന്ന്. ഒരാൾക്ക് ഈ ബ്രിഡ്ജിലേക്ക് കടക്കാനായിട്ട് $1 അവർ ചാർജ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയ ഫിഷിംഗ് പോയിൻ്റ് എന്ന് പറയും. നമുക്ക് ഫിഷിംഗ് റോഡ് ഉണ്ടെങ്കിൽ പ്ലസ് അതിൻ്റെ ഒപ്പം ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ഫിഷ് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. നല്ല രസമാണ്. ഒത്തിരി പേര് ഇവിടെ ചൂണ്ടിരുന്നുണ്ട്. നോക്കാം കാക്കനെ എന്തെങ്കിലും കിട്ടിയോന്ന്. സെൽഫി ബ്രദേഴ്സ്. ഇവിടെ ഇപ്പോൾ നമ്മൾ വേറെ ആളെ കണ്ടുമുട്ടി, ഗോപ്രോ ആയിട്ട്. പുള്ളിയും ഒരു യൂട്യൂബ് ചാനലുള്ള ആളാണ്. ഇൻട്രസ്റ്റിംഗ്. Out here doing the same thing, catching fish on the dock up here. ഇതൊക്കെ പുള്ളിയുടെ സെറ്റപ്പാണ്. പുള്ളി ഇവിടെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. സോ യൂഷ്വലി ചെമ്മീനാണ് ഇവർ ഫിഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്യണത്. It's my own language. It is called Malayalam. It's one of the Indian languages. So okay, cool. Usually I do the vlog there and I used to put the English subtitles. Okay, cool. Heck yeah, man. That's so back in my country, people can understand. Yeah. That's cool, man. That's cool. Heck yeah. കുറച്ചേറെ ഫിഷിംഗ് പോയിന്റിൽ ചിലവഴിച്ചു. കാര്യമായിട്ട് ആർക്കും അങ്ങനെ ഫിഷ് ഒന്നും ഇതുവരെ കിട്ടി തുടങ്ങിയിട്ടില്ല. പക്ഷെ നമുക്ക് സമയമില്ലാത്ത കാരണം അധികം നേരം നിൽക്കുന്നില്ല. നമ്മൾ വീണ്ടും ബോർഡ് ബാക്കിലേക്ക് പോവുകയാണ്. മനോഹരമായ കുറേ കാഴ്ചകൾ അവിടെ ഉണ്ട്. ഒരു അടിപൊളി ഗിഫ്റ്റ് സെൻ്ററാണ്. ഇതേപോലത്തെ ഒരുപാട് ഗിഫ്റ്റ് ഷോപ്പുകൾ, അങ്ങനെയുള്ള ഷോപ്പിങ്ങിൻ്റെ വലിയൊരു ഏരിയയാണ് ഇവിടെ. ഞങ്ങൾ നല്ല രസമുള്ളൊരു ബോർഡ് വാക്കാണത്. ഒരു സൈഡിൽ മുഴുവൻ റെസ്റ്റോറൻറ്റുകൾ, ഗിഫ്റ്റ് ഷോപ്പുകൾ, ആർട്ട് ഗാലറികൾ. മറു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബീച്ച്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാക്കാണ്. പ്രത്യേകിച്ച് ഈവനിങ് ടൈമിൽ നല്ല രസമാണ് ഇതുവഴി നടക്കാനായിട്ട്. നല്ല
കിടിലൻ ബീച്ച് വോളിക്കുള്ള സെറ്റപ്പ് ഉണ്ട്. പക്ഷേ ഇപ്പം എല്ലാവരും ബീച്ചിൽ കിടന്ന് ചാടി മറണ കാരണം ആരും എത്തിയിട്ടില്ല കളിക്കാൻ. കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്ന് ഇവിടെ ബീച്ച് വോളിബോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടിയായിരിക്കും ഇവിടെ. ആ പുറകിൽ കാണുന്ന ഗ്രീൻ ബിൽഡിങ് അത് റിപ്ലീസിൻ്റെ ബിലീവ് ഇറ്റ് ഓർ നോട്ടാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ ശരിക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ബിലീവ് ഇറ്റ് ഓർ നോട്ട്, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ, അത് ഇവിടുത്തെ അല്ല, ടെന്നസി സ്റ്റേറ്റിലെ ഗാറ്റ്ലിൻബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇവരുടെ സെയിം ബ്രാഞ്ച് അവിടെ ഉണ്ട്. നമ്മൾ അതിനകത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണേണ്ട വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ അതിനകത്തുള്ള സംഭവങ്ങൾ എല്ലാം ഒറിജിനലാണ്, പക്ഷേ വിശ്വസിക്കാൻ ഭയങ്കര പ്രയാസമാണ്. നമ്മളതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അത് നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കുക. കിടിലൻ സംഭവമാണ് അത്. അപ്പം അങ്ങനെ അത്താഴം കഴിക്കുന്നതിന് മുമ്പ് എന്താ പറയുക, കുറച്ച് ആക്ടിവിറ്റീസുകളാവാമെന്ന് വിചാരിച്ചിട്ട് നൈസായിട്ടൊരു മിനിയേച്ചർ ഗോൾഫിൻ്റെ ഒരു പ്ലേസ് നമ്മൾ കണ്ടെത്തി. ഷിപ്പ് റെക്കഡ് എന്ന് പറയുന്ന നല്ലൊരു കിടിലൻ ഇതാണല്ലോ ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നില്ലേ, കിടക്കാച്ചി ഒരു മിനിയേച്ചർ ഗോൾഫാണ്. അപ്പം ഞങ്ങൾ തമ്മിലൊരു മത്സരം തന്നെ നടക്കാൻ പോവാണ്. Let's see who's gonna win. We'll see. അപ്പം നമുക്കിനി കാണാം അവിടെ, ഇനി ഗോതയിൽ വെച്ച് കാണാം. Red. Red for you? Sure. Okay. അങ്ങനെ ഗംഭീരമായൊരു പൊരിഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു. അതിൻ്റെ അവസാനത്തെ റിസൾട്ട് എന്ന് പറയുന്നത് 46-46. അപ്പോൾ മത്സരം ടൈൽ അവസാനിച്ചു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും നിരാശരല്ല, കാരണം കാവിലെ മത്സരത്തിന് പിടിക്കാം. സോ കൺഗ്രാറ്റുലേഷൻ. സോ ദാറ്റ് വാസ് റിയൽ ഫൺ. അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. നല്ല എന്താ പറയുക, ക്ലീൻ ആൻഡ് നീറ്റ് കോർട്ട്, ആ വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു. സോ വി റിയലി എൻജോയ്. Our time in Myrtle Beach was unbelievable. ഒന്നും പറയില്ല, അടിപൊളി ഒരു ട്രിപ്പായിരുന്നു ഈ മർട്ടിൽ ബീച്ച് ട്രിപ്പ് എന്ന് പറയുന്നത്. എന്താ പറയുക, ശരിക്ക് ആ കടലിലെ ചാട്ടവും ഇവിടുത്തെ ഷോപ്പിങ്ങും ഈ ഒരു പ്രദേശവും സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ള നമ്മുടെ മലയാളി ഫാമിലികൾ ആരെങ്കിലും സമ്മർ വെക്കേഷനൊക്കെ വരാനാണെങ്കിൽ സൂപ്പർ ഒരു സ്ഥലമാണ് ഈ മർട്ടിൽ ബീച്ച്. ഇത് സൗത്ത് കരോലിനാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. നല്ല ഫുഡ്, അതുപോലെ ഗിഫ്റ്റ് സെൻറ്ററുകൾ, ഷോപ്പിംഗ്, അതേപോലെ അടിപൊളി ബീച്ച്, ഒരു രക്ഷയില്ല. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ആസ് യൂഷ്വൽ ദ വണ്ടർലെസ് കപ്പിളിൻ്റെ ഈ ഒരു സ്ഥലത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ദ വണ്ടർലെസ് കപ്പിളിൻ്റെ യാത്ര അവസാനിക്കുന്നില്ല. പുതിയ സ്ഥലങ്ങൾ തേടി, പുതിയ അറിവുകൾ തേടി, പുതിയ കാഴ്ചകൾ തേടി നമ്മുടെ യാത്ര തുറന്നുകൊണ്ടിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം ദി വണ്ടർലെസ് കപ്പിൾ. See you next time. Bye.